Okay. Good morning, all of you. So, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് 4th ലെസന്റെ കുറെ എഴുതിയല്ലേ? കഴിഞ്ഞ ദിവസം നല്ലപോലെ എഴുതിയല്ലേ മക്കള്? എല്ലാരും ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. എഴുതി കണ്ടേ എനിക്ക് സങ്കടായി. ഒരുപാട് എഴുതിയല്ലോ അല്ലേ? ഒരുപാട് എഴുതാനുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് പഠന പ്രവർത്തനങ്ങളിൽ 5 അല്ലേ? അതല്ലേ ചെയ്യണ്ടേ? All of you take your textbook. Listen here. Okay. അപ്പൊ വാക്യം നിർമ്മിക്കുക എന്നാണ് അല്ലേ? പേജ് നമ്പർ 21. പേജ് നമ്പർ 21 അതാണ് നമ്മൾ ഇപ്പൊ വായിക്കുന്നത്. അപ്പൊ അതില് പഠന പ്രവർത്തനങ്ങളിൽ 5-മത്തത് വാക്യം നിർമ്മിക്കുക എന്നുള്ളത് കണ്ടോ എല്ലാവരും? യെസ്. ഓക്കെ. അപ്പോ കടലുമായി ബന്ധപ്പെട്ട ഏതാനും പദങ്ങൾ താഴെ കൊടുക്കുന്നു. അവ ഉപയോഗിച്ച് വാക്യം നിർമ്മിക്കുക അല്ലെ? അങ്ങനെയുള്ള അതില് മാതൃക തന്നിട്ടുണ്ട് അല്ലെ? നമുക്ക് പരുന്ത് വട്ടമിട്ട് പറക്കുന്നു അല്ലെ? മുകളില് പരുന്ത് എന്നാണുള്ളത്. എന്താ അതിന്റെ മാതൃക? പരുന്ത് വട്ടമിട്ട് പറക്കുന്നു. അപ്പൊ തിരമാല എന്നാണ് രണ്ടാമതുള്ളത്. അല്ലെങ്കിൽ ഇങ്ങോട്ട് പോവാം നമുക്ക്. തോണി അല്ലേ? അപ്പൊ രണ്ടാമത്തെ ലൈനിൽ എന്ത് എഴുതണം നമ്മള്? തോണി. ഒരു വാക്യം നിർമ്മിച്ചേ. തോണി തിരമാലകളിൽ ആടി ഉലയുന്നു. നമ്മൾ കഴിഞ്ഞ പേജിൽ എഴുതിയത് തന്നെയുണ്ട് അല്ലേ? നമുക്ക് എന്താ എഴുതേണ്ടത്? അപ്പൊ രണ്ടാമത്തെ ലൈനിൽ നമ്മൾ എന്ത് എഴുതണം? ഇപ്പം തോണി തിരമാലകളിൽ ആടിയുലയുന്നു. നമ്മള് മൂന്നാമത്തെ ചേർത്ത് എഴുതുക എന്നുള്ളതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? തോണി മൂന്നാമതായിട്ട് എഴുതിയിട്ട് നമ്മള് തോണി തിരമാലകളിൽ ആടി ഉലയുന്നു. അതെടുത്ത് ഇവിടെ എഴുതിയേ വാക്യായില്ലേ? അപ്പോ തോണി ചേർത്ത്. അന്തരസ മടിയാവുന്നുണ്ടടാ എഴുതാൻ? ഉണ്ടോ? അപ്പൊ തോണി തിരമാലകളിൽ ആടിയുലയുന്നു. എരിക്കേ അതിൽ നോക്കി എഴുതിയാൽ മതി കേട്ടെ. അപ്പുറം നോക്കിയിട്ട് ഇപ്പുറത്തേക്ക് എഴുതിയാൽ മതി കേട്ടോ. മെല്ലനെ എഴുതിയാ മതിയേ. തോണി നോക്കണം, തെറ്റിക്കരുത്. തോണി. മിൻഹാജേ ഇന്നലെ എഴുതിയില്ലേ മോൻ? ഇന്നലെ ഉണ്ടായിരുന്നില്ലേ ക്ലാസ്സില്? മിൻഹാജേ പ്ലീസ് അൺമ്യൂട്ട്. നാലാമത്തെ ഫുള്ളായില്ലേ മോനെ? അതെ അല്ലേ? അപ്പൊ നാലാമത്തത് അവൻ, അവർ, അത് എന്നീ പദങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്യങ്ങൾ എടുത്തെഴുതുക എന്നാണ്. അപ്പൊ ഓരോന്ന് തന്നെ എഴുതിയാൽ മതി. കാരണം നിങ്ങൾക്ക് ഓവർലോഡാണ്, ഒരുപാട് എഴുതാനുണ്ടല്ലേ കുട്ടികൾക്ക്? ചെറിയ കുട്ടികളല്ലേ? അത് ഫുൾ എഴുതിയില്ലേ? അവൻ, അവർ, അത് എഴുതി. എന്നാ മതി, അത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് 5th വൺ ആണ്. എന്താണ്? വാക്യം നിർമ്മിക്കുക. അതല്ലേ ഇപ്പൊ മിസ് പറയുന്നത്? അതെനിക്ക് മനസ്സിലായിട്ട. അപ്പൊ ഇപ്പൊ നമ്മൾ എടുക്കുന്നത് പേജ് നമ്പർ 21. ഫസ്റ്റ് മുകളിലതാ 5-മത്തെ വർക്ക് ഏതാണ്? വാക്യം നിർമ്മിക്കുക. കണ്ടോ? ഓക്കെ. അപ്പോ അതിന് ഫസ്റ്റ് മാതൃക എന്ന് പറഞ്ഞ് താഴെ കണ്ടോ? നമ്മളെ ഒരു ഇത് കണ്ടിട്ടില്ലേ? അതില് പരുന്ത്, തിരമാല, കടൽ, തോണി, മീൻ. കണ്ടോ അത്? അതിന് താഴെ കണ്ടോ മാതൃക എന്ന് പറഞ്ഞ് പരുന്ത് വട്ടമിട്ട് പറക്കുന്നു. കണ്ടോ? യെസ് ഓർ നോ? യെസ്. അപ്പൊ അതിന്റെ താഴെയാണ് നമുക്ക് ഇപ്പൊ പറഞ്ഞത് എഴുതേണ്ടത്. എന്ത്? അതിന്റെ താഴെ ഒരു ലൈൻ കണ്ടോ? എന്ത്? അപ്പൊ അടുത്ത നമ്മുടെ പരുന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരുമ്പോ ഏതാ? തോണീനെ കുറിച്ച് എഴുതണം അല്ലേ? തോണി കണ്ടോ റൈറ്റ് സൈഡില്? ആ പദസൂര്യനിൽ തോണി കണ്ടോ? ഓക്കെ. ആ പദസൂര്യന്റെ റൈറ്റ് സൈഡിൽ തോണി ഉണ്ട്. അപ്പൊ തോണിന്ന് വെച്ചിട്ട് ഒരു വാക്യം നിർമ്മിക്കണം. എന്താ ചെയ്യണ്ടേ? അപ്പൊ തോണി തിരമാലകളിൽ ആടി ഉലയുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ അത്?
ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മാതൃക എന്നുള്ളതിൽ താഴത്തെ ലൈനിൽ എഴുതണം തോണി തിരമാലകളിൽ ആടി ഉലയുന്നു. എഴുതിയേ? ഏതാണ് ഇപ്പൊ നമ്മള് അടുത്ത മൂന്നാമത്തെ മാർക്ക് എഴുതിയ സമയത്ത് മുമ്പത്തെ അതേ ലൈൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് തന്നെ നോക്കി ഇവിടെ എഴുതിയാ മതി എന്നാ മിസ് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയോ? എഴുതി. അപ്പൊ അപ്പുറത്ത് നോക്കി ഇവിടെ എഴുതുക, എന്നാ മിസ്റ്റേക്ക് വരാതെ എഴുതാലോ. അതുകൊണ്ട് പറഞ്ഞ മിസ്. ഇപ്പൊ മൂന്നാമത്തെ വർക്കിൽ നമ്മൾ ചേർത്ത് എഴുതുക എന്നുള്ളൊരു വർക്ക് ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നത്? അതിലുണ്ട് എന്ത്? തോണി തിരമാലകളിൽ ആടി ഉലയുന്നു അല്ലേ? അതെടുത്ത് ഇവിടെ എഴുതിയാൽ ഒരു വാക്യായി. ക്ലിയർ ആയോ അമന്ന? യെസ്. ഓക്കെ, അപ്പൊ എല്ലാവരും എടുത്ത് എഴുതിയോ? മെല്ലനെ എഴുതിയാ മതി കേട്ടോ. അൺമ്യൂട്ട് ആണോ? അല്ലല്ലോ. ആര്യ മിസ്, ക്യാൻ യു അൺമ്യൂട്ട് പ്ലീസ്? ആൻഡരേസനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണോ? ആൻഡരേസ പറഞ്ഞോ. ഫോണില് നെറ്റ് ഇല്ല. ഓ അതേടാ, അപ്പൊ ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലേ? ആയിക്കോട്ടെ. അപ്പൊ കണ്ണിന്റെ അസുഖം മാറിയോ മോളെ? കണ്ണിനുള്ളത് ക്ലാസ് വെച്ചതിന് ശേഷം കുറവുണ്ടോ? ഗ്ലാസ് മ്യൂട്ട് ചെയ്തു അല്ലേ? അതെ അല്ലേ, കുറവുണ്ടോ അതിന് ശേഷം അല്ലേ? കുഴപ്പമില്ല അല്ലേ ഇപ്പൊ? അപ്പൊ മോള് കട്ടാവുമ്പോ ലീവ് അടിച്ചോ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് വൺ നമ്മള് പരിന്ത് ഇതിലുണ്ട്. രണ്ടാമത്തെ തോണി തിരമാലകളിൽ ആടി ഉലയുന്നു. എഴുതി കഴിഞ്ഞോ? ഫിനിഷ്? എല്ലാവർക്കും ഫിനിഷ് ആയോ? തമ്പ് കാണിച്ചേ മക്കളെ കഴിഞ്ഞവര്. അപ്പൊ എല്ലാവർക്കും ഫിനിഷ് ആയി. മെല്ലനെ എഴുതിയാൽ മതി. കുറെ എഴുതാനുണ്ട്. കുട്ടികളാകുമ്പോ ഒരുപാട് എഴുതാനുണ്ടാവും അല്ലേ? ചെറിയ കുട്ടികളാകുമ്പോ അത് ഒരുപാട് നേരം എഴുതാനുണ്ടാവും. അപ്പൊ മെല്ലനെ എഴുതിയാ മതി. ഓക്കെ. അപ്പൊ തോണി ഇപ്പൊ എഴുതിയത് നോക്കി ഇവിടെ എഴുതിയാ മതി. തോണി തിരമാലകളിൽ ആടി ഉലയും. അപ്പൊ അത് കഴിഞ്ഞാൽ ഏതാ എഴുതുന്നത് നമ്മള്? കടലിനെ പറ്റി എഴുതാ അല്ലേ? കടലിന് എഴുതാ. ഓക്കെ. കടൽ എന്താ ചെയ്യുന്നേ? കടലിനെ പറ്റി ഇതിലുണ്ടാവും. എവിടെ? നമ്മുടെ പാഠത്തിലുണ്ടാവും. എന്താ ഉണ്ടാവുന്നേ? എന്താ ഉള്ളത്? കടൽ വിശാലമായി പരന്നു കിടക്കുന്നു എന്തെങ്കിലും എഴുതാ അല്ലെ? അല്ലെങ്കിൽ കടൽ ബാപ്പയും റോഷനും ബാപ്പയും കൂടെ കടൽ നോക്കി നിന്നു അല്ലെ? ഏതാ എഴുതുന്നേ? ചെറിയ വാക്ക് മതിയല്ലേ നിങ്ങൾക്ക് എഴുതാൻ? എന്തൊരു വലിപ്പമാണ് കടലിന്? എഴുതിക്കോ. എന്തൊരു വലിപ്പമാണ് കടലിന്. എവിടെയാ? പേജ് 19 ഫസ്റ്റിലതാ ആ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നതാ. എന്തൊരു വലിപ്പമാണ് കടലിന്. കണ്ടോ? ഹൈഫ കണ്ടില്ലേ? ഹൈഫ പേജ് നമ്പർ 19 അതാ എന്ത് ആ ഫസ്റ്റ് തുടങ്ങുന്ന തന്നെ എന്തൊരു വലിപ്പമാണ് കടലിന്. അപ്പൊ കടൽ ചേർത്തൊരു വാക്യായില്ലേ? എന്തൊരു വലിപ്പമാണ് കടലിന്. അതെടുത്തിട്ട് അപ്പുറം എഴുതുക. ഓക്കെ. കണ്ടോ അഫ്ലു? മുഹമ്മദ് അഫ്ലു ഓക്കെ കണ്ടോ മോനെ? ഓക്കെ എഴുതിക്കോ. അപ്പൊ എന്തൊരു വലിപ്പമാണ് കടലിന്. അത് നോക്കി അപ്പുറത്ത് എഴുതിയോ മോനെ? എഴുതി കഴിഞ്ഞോ? നെക്സ്റ്റ് ഏതാ? മൂന്നാമത്തേതാ ഇപ്പൊ എഴുതുന്നേ? മുഹമ്മദ് നാഫി എഴുതിയോ? ഇനി തിരമാല. എന്തേ നാഫി? അൺമ്യൂട്ട് ചെയ്യുമോനെ? കടലിനെ എഴുതിയാല് ബാക്കി മീനും തിരമാലയും എഴുതാൻ സ്ഥലമില്ല. എന്തൊരു വലിപ്പമാണ് കടലിന് എഴുതിയ സ്ഥലമില്ല. ആ ഒരു ലൈനിൽ പറ്റുന്നില്ല. മീനും തിരമാലയും എഴുതാൻ സ്ഥലമില്ല മിസ്സേ. അതെന്തേ മിസ്? എന്തേ?
മിസ്സേ കടലിന്റെ എഴുതിയാല് മീനും തിരമാലയും എഴുതാൻ സ്ഥലമില്ലാന്ന്. ഈ ലൈന് കണ്ടില്ലേ? ആ ലൈനിലില്ല. നിങ്ങൾ ഒരുപാട് ദൂരെ പോകുന്നുണ്ടാവും അല്ലേ? 3 ലൈനേ ആകെ ഇല്ലു. ആ 3 ലൈനില് ഒരു ലൈനില് അല്ല, ഇപ്പൊ ഒരു ലൈനിൽ നമ്മൾ എഴുതുക എന്ത്? കടൽ എന്നാണ്. എന്താ ഇപ്പൊ നമ്മൾ പറഞ്ഞത്? കടൽ എഴുതേണ്ട പക്ഷെ മീനും തിരമാലയും. ആ, തിരമാലകളിൽ ആടി ഒലിയുന്നു. ഓക്കെ, തോണി തിരമാലയിൽ ആടി ഒലിയുന്നു. ആ ലൈനിൽ പറ്റുന്നില്ല. ഒരു ലൈനില് കുട്ടിയൊക്കെ എഴുതാൻ അടുത്ത ലൈനിൽ ആശ്രയിക്കേണ്ടി വരുന്നുണ്ടാവും അല്ലെ? 3 ലൈനിലായിട്ട് 3 കാര്യങ്ങൾ എഴുതേണ്ടതാണ്. ഒന്നെന്ന് തിരമാലകളിൽ, തോണി തിരമാലകളിൽ ആടി ഒലിയുന്നു. എന്തൊരു വലിപ്പമാണ് കടലിൽ നിന്ന് 3ാമത്തെ ലൈനിൽ വരുന്നത്? കടലിന്റെ എഴുതണ്ടല്ലോ, മീനും തിരമാലയും അല്ലേ എഴുതേണ്ടത്. കടൽ എഴുതുന്ന എല്ലാം എഴുതാം. ഏതും എഴുതാം. പദസൂര്യൻ കംപ്ലീറ്റ് നമുക്ക് എഴുതാം താഴെ വേണമെങ്കിൽ. പക്ഷെ ഇവിടെ സ്ഥലം കിട്ടൂല. 3 കടൽ എഴുതാതെ തിരമാല കടൽ എഴുതണമെന്നില്ല. കടലുമായി ബന്ധപ്പെട്ട ഏതാനും പദങ്ങൾ താഴെ കൊടുക്കുന്നേ ഉള്ളൂ. അവ ഉപയോഗിച്ച് വാക്യം നിർമ്മിക്കുവാനാണ്. അപ്പൊ കടല് വേണമെന്നില്ല. പദസൂര്യൻ എഴുതിയാലും മതി. ഓക്കെ, അല്ലെങ്കിൽ സ്ഥലം കിട്ടുന്നില്ല അല്ലെ? കംപ്ലീറ്റ് ആക്കി അല്ലേ? കടൽ എഴുതണ്ടാവും. കടലിനായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതാന്നേ പറയുന്നുള്ളൂ. ഓക്കെ, തീരത്തേക്ക് ഓടി വരും. അറിഞ്ഞായിരുന്നു. പക്ഷെ ഇല്ല, 3 ലൈനേ ഉള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ, ഇത് എഴുതിയാൽ മതി. തിരമാല, തിരമാലകളിൽ എന്താ? തിരമാല അപ്പുറമുണ്ട്. തിരമാല തീരത്തേക്ക് ഓടി വരുന്നു അല്ലേ? തിരമാല തീരത്തേക്ക് ഓടി വരുന്നു. ഓക്കെ ഓക്കെ തിരമാല തീരത്തേക്ക് ഓടി വരുന്നു. പിന്നെ മീൻ എഴുതിക്കോ. മീൻ്റെ മിസ് പറഞ്ഞുതരാ. മീൻ വെള്ളത്തിൽ നീന്തി തുടിച്ചു. മീൻ വെള്ളത്തിൽ നീന്തി തുടിച്ചു. സ്ഥലം ഉണ്ടാവില്ല. കുട്ടികൾ ഇങ്ങനെ എഴുതുന്നുണ്ടാവും അല്ലേ? അപ്പൊ എന്താ ഇതിന്റെ മീൻ്റെത്? മീൻ വെള്ളത്തിൽ നീന്തി തുടിച്ചു എന്ന് എഴുതുക. എന്തൊക്കെ എഴുതി നമ്മള്? പരുന്ത് വട്ടമിട്ട് പറക്കുന്നു. തോണി തിരമാലകളിൽ ആടി ഉലയുന്നു. നെക്സ്റ്റ് തിരമാല അല്ലെ? തിരമാല തീരത്തേക്ക് ഓടി വരുന്നു. ലാസ്റ്റ് മീൻ എന്ത് ചെയ്യുന്നേ? വെള്ളത്തിൽ. ഓക്കെ, അപ്പൊ ലൈൻ ഉണ്ടല്ലോ. ചെറുങ്ങനെ എഴുതില്ല കുട്ടികൾ. ഓക്കെ ഓക്കെ, കറക്റ്റ് ആയി അല്ലേ നാഫി? ഓക്കെ, കഴിഞ്ഞോ? എഴുതണം. കൊറേ പണിയുണ്ടല്ലേ കുട്ടികൾക്ക് സ്വന്തം എഴുതുമ്പോ. എന്തേ ചുവല്ലേ? മൂന്നാമത്തേതാണോ? മൂന്നാമത്തത് ഏതാ? നമ്മൾ എഴുതിയ പരുന്ത് കഴിഞ്ഞു, തോണി കഴിഞ്ഞു, തിരമാല അല്ലെ? തിരമാല അതും അതിൽ തന്നെ ഉണ്ട് മോളെ. ചേർത്ത് എഴുതുക എന്നുള്ളതിൽ ആ ലൈൻ തന്നെ ഉണ്ട്. തിരമാല തീരത്തേക്ക് ഓടി വരുന്നു. മീൻ്റെതാ? ഓക്കെ, മീൻ വെള്ളത്തിൽ നീന്തി തുടിച്ചു. മീൻ വെള്ളത്തിൽ നീന്തി തുടിച്ചു. ഇത് എഴുതി വിടേണ്ടി വരുമോ മക്കളെ? ഞാൻ എഴുതി സെൻഡ് ചെയ്ത് തരാം കേട്ടോ. വേണമെങ്കിൽ മീൻ വെള്ളത്തിൽ നീന്തി തുടിച്ചു. നീന്തി തുടിച്ചു. നീന്തി ന്യായം. മീൻ
വെള്ളത്തിൽ നീന്തി തുടിച്ചു. ആ പദസൂര്യൻ കംപ്ലീറ്റ് ആയി. നീന്തി തുടിച്ചു അപ്പൊ ഒന്നാമത്തത് ഇതിൽ തന്നെ ഉണ്ട്, പരുന്ത് വട്ടമിട്ട് പറക്കുന്നു. പിന്നെ രണ്ടാമത്തത് തോണി തിരമാലകളിൽ ആടി ഉലയുന്നു. തിരമാല തീരത്തേക്ക് ഓടി വരുന്നു. നെക്സ്റ്റ് മീൻ വെള്ളത്തിൽ നീന്തി തുടിച്ചു. മൂന്നെണ്ണം ഏതാണ് ഇതിൽ സ്ഥലവും അല്ലെ ശരിക്ക്? മൂന്നെണ്ണം മതി കേട്ടോ, ഒന്നതിലുണ്ടല്ലോ ഓൾറെഡി. അപ്പൊ ലാസ്റ്റ് എന്താ എഴുതിയത് നമ്മള്? മീൻ വെള്ളത്തിൽ നീന്തി തുടിച്ചു. എഴുതിയ മക്കളെ? കൊറേ എഴുതാനുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഉണ്ടായത് പരുന്ത് വട്ടമിട്ട് പറന്നു. രണ്ടാമത്തെ നമ്മൾ എഴുതിയത് എന്താ? തോണി തിരമാലകളിൽ ആടി ഉലയുന്നു. അത് എങ്ങനെ എഴുതിയാലും മതി കേട്ടോ. ആദ്യം തിരമാല എഴുതിയാലും മതി, പിന്നെ തോണി എഴുതിയാലും മതി. ഓക്കെ, എങ്ങനെ എഴുതിയാലും മതി. പിന്നെ തിരമാലകൾ എന്താ? തിരമാലകളിൽ അല്ല, തിരമാല തീരത്തേക്ക് ഓടി വരുന്നു. മീൻ വെള്ളത്തിൽ നീന്തി തുടിച്ചു. അത് ഓർഡറിൽ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതി. മീൻ വെള്ളത്തിൽ നീന്തി തുടിച്ചു. ഒരു വാക്യം നിർമ്മിക്കാൻ പറയുന്നേ ഉള്ളൂ, കുട്ടികൾക്ക് ജസ്റ്റ് മനസ്സിലാവും. പിന്നെ എന്താ ലാസ്റ്റ്? അത് കഴിഞ്ഞ ആറാമത്തെയാണ് നമ്മുടെ പാഠത്തിന്റെ ലാസ്റ്റ്. 6 ചൊല്ലി രസിക്കാം എന്നാണ്. ശൈലികളും ചൊല്ലുകളും ചൊല്ലി രസിക്കാം. ഇതിൽ തന്നെ തന്നിട്ടുണ്ട്. എന്ത്? കടലിൽ കായം കലക്കിയ പോലെ. നെക്സ്റ്റ് എന്താ? കടൽക്കരയിലെ മണൽത്തരി പോലെ. പിന്നെന്താ? കടലിൽ പോയ സൂചി കിട്ടുമോ? കാലു ചാടിയവനാണോ തോട് ചാടാൻ? കടല് ചാടിയവനാണോ തോട് ചാടാൻ പ്രയാസം? എന്താ? ഇതൊക്കെ ശൈലികളും ചൊല്ലുകളാണ്. കടലിൽ കായം കളിക്കിയ പോലെ, കടലിൽ കായം കളിക്കിയ ഒന്നും അറിയില്ല. കടലിൽ മഹാസമുദ്രത്തിൽ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. നെക്സ്റ്റ് എന്താ? കടൽക്കരയിലെ മണൽത്തരി പോലെ. നമുക്ക് എണ്ണിത്തിട്ടപ്പെട്ടാന്നും പറ്റില്ല അല്ലെ? ഒരുപാട്. കടലിൽ പോയ സൂചി കിട്ടുമോ? ഒരിക്കലും കിട്ടൂല അല്ലെ? കടല് ചാടിയവനാണോ തോട് ചാടാൻ പ്രയാസം? കടല് കടന്നവന് ഒരിക്കലും തോട് കടക്കാൻ പ്രയാസം ഉണ്ടാവില്ല അല്ലെ? ഇതൊക്കെ ശൈലികളാണ്. ജസ്റ്റ് ഒന്ന് വായിക്കുന്നേ ഉള്ളൂ മിസ്. അപ്പൊ നമ്മുടെ പാഠം കംപ്ലീറ്റ് ആയി. ഒരുപാട് പണിയുണ്ടായി അല്ലെ നമുക്കിതില് എഴുതാൻ കുട്ടിയൊക്കെ? ഓക്കെ. അപ്പോ എല്ലാം കഴിഞ്ഞു. അപ്പൊ മിസ് ഒന്നുകൂടി അതെല്ലാം ഒക്കെ വായിക്കാം. ആദ്യം നമ്മള് പദം പരിചയം. നോട്ട് കംപ്ലീറ്റ് എഴുതിയോ? വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തന്നെ. ഓക്കെ. അർത്ഥം ഞാൻ വെറുതെ ഒന്നുകൂടി നിങ്ങൾക്ക് എഴുതുന്നുണ്ട്, ക്ലാസ്സിൽ എഴുതുന്നതാണ്. ഒന്നുകൂടി അതിൽ മിസ്റ്റേക്ക് എഴുതിയിട്ടില്ലേ? ആരാ എഴുതാത്തെ? മിസ് സെൻഡ് ചെയ്തല്ലോ ഇന്നലെ, കണ്ടില്ലേ? ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തല്ലോ 4ാമത്തെ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇന്ന് എഴുതിയാ മതി. ഇനിയെ ഗ്രൂപ്പിലുണ്ട്. കാണാത്തവര് ഇന്നതൊന്ന് എഴുതിയെടുക്കണം കേട്ടോ. നിങ്ങളുടെ സെക്കൻഡ് സ്റ്റാൻഡേർഡിന്റെ ഗ്രൂപ്പിലുണ്ട്, മിസ് സെൻഡ് ചെയ്തിട്ട്. ഇനി അഥവാ എന്നിട്ടത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി അത് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ. അപ്പൊ എല്ലാരും എഴുതിയെടുക്കണം. എന്തൊക്കെയാ നമ്മൾ ഇന്നലെ അന്നേ ക്ലാസ് എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു. ഏത്? അർത്ഥം എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒന്നുകൂടി ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ ശരിയാക്കണം. ഓക്കെ. അപ്പൊ എഴുതിയ കുട്ടികൾ ഒന്നുകൂടി അർത്ഥം എഴുതണ്ട. മിസ് അത് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലോ എന്ന് വെച്ച് സെൻഡ് ചെയ്ത് തന്നെയാണ്. എഴുതാൻ അറിയാതെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ലിയർ ചെയ്യണം നോക്കി. ഓക്കെ. അപ്പൊ ആദ്യത്തെ ഊക്ക് അർത്ഥം എഴുതാൻ വേണ്ടി ഞാൻ എഴുതിയിട്ടുണ്ട്. ഊക്ക് ശക്തി, ഞെട്ട്, പൂവിനെ കമ്പുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം, മരച്ചില്ല, മരത്തിന്റെ ചെറിയ കൊമ്പ്, മീതെ, മുകളിൽ, വിശാലമായ, പരന്നു കിടക്കുന്ന.
ആരൊക്കെ എഴുതിയവര് നോട്ട് എടുത്ത് വെച്ച് നോട്ട് കംപ്ലീറ്റ് ആക്കിയവര് ഇന്നലെ രാത്രി. ഓക്കെ എറിക്ക്. അപ്പൊ അവിടെ അടുത്ത് വെച്ചോ, നോക്കിക്കോ കേട്ടോ. എന്നിട്ട് നമ്മള് റോഷന്റെ പടത്തിന്റെ ഇത് ക്വസ്റ്റ്യൻസിലും എഴുതി. എന്ത്? റോഷൻ ബാപ്പയുടെ കൈവിട്ട് ഓടിയത് എപ്പോ? നടന്ന് നടന്ന് ആളും ബഹളവും ഇല്ലാത്ത ഒരിടത്ത് എത്തിയപ്പോഴാണ് റോഷൻ ബാപ്പയുടെ കൈവിട്ട് ഓടിയത്. നോക്കി എഴുതണേ. നെക്സ്റ്റ്, ഓരോ തിരക്കുമൊപ്പം തുള്ളിച്ചാടി വരുന്നത് എന്ത്? ഓരോ തിരക്കുമൊപ്പവും തുള്ളിച്ചാടി വരുന്നത് നുരയാണ്. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് ആര്? ആകാശത്ത് വട്ടമിട്ട് കടൽക്കാക്കകളാണ് ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത്. സൂര്യൻ കടലിൽ വീണത് എങ്ങനെ? ഞെട്ടിറ്റ് വീഴും പോലെയാണ് സൂര്യൻ കടലിൽ വീണത്. ഓക്കെ, അത്ര പോലെ ക്വസ്റ്റ്യൻ ആൻസറേ ഉള്ളൂ. അത് രണ്ടും സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാവരും നോക്കി എഴുതിയെടുക്കണം. പിന്നെ നമ്മൾ അടുത്ത മൂന്നാമത്തത് ചേർത്ത് എഴുതുക എന്നാണ്. ചേരുന്നവ ചേർത്ത് വാക്യം നിർമ്മിക്കുക എന്നുള്ളത്. സൂര്യൻ ഞെട്ടറ്റ പോലെ കടലിലേക്ക് വീഴുന്നു. ആകാശം കടലിനെ മുട്ടി നിൽക്കുന്നു. തോണി തിരമാലകളിൽ ആടി ഉലയുന്നു. തിരമാല തീരത്തേക്ക് ഓടി വരുന്നു. ഓക്കെ, കടൽക്കാക്ക ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നു. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നാലാമത്തെ എടുത്തെഴുതുകയിലെ അവൻ, അവർ, അത് എന്നീ പദങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്യങ്ങൾ എടുത്തെഴുതുകയെന്നേ ഉള്ളൂ. ഓരോരോ വാക്യായാലും നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, 3 എണ്ണം. അതായത് അവനെ പറ്റി, അവർ, അത് നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് വാക്യം നിർമ്മിക്കുക. ഇപ്പൊ നമ്മൾ ചെയ്തു. ഏത്? കടലൊഴികെയുള്ള വാക്കുകളൊക്കെ ചെയ്തു. പദസൂര്യനില് ബാക്കിയുള്ളതൊക്കെ ഉപയോഗിച്ച് പരുന്ത് വട്ടമിട്ട് പറന്നു. നെക്സ്റ്റ് തോണി തിരമാലകളിൽ ആടി ഉലയുന്നു എഴുതി. തിരമാല തീരത്തേക്ക് ഓടി വരുന്നു എഴുതി. മീൻ എന്ത് ചെയ്തു? വെള്ളത്തിൽ നീന്തി തുടിച്ചു എന്ന് എഴുതി. ഓക്കെ, അത് കംപ്ലീറ്റ് ആയി. പിന്നെ ചൊല്ലി രസിക്കാനുള്ള ശൈലികള് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ 4th പാഠവും കംപ്ലീറ്റ് ആയി അല്ലേ? ഇനി ആർക്കെങ്കിലും ഈ പാഠം മനസ്സിലാവാതെ ഉണ്ടോ? മനസ്സിലായോ മക്കളെ? എല്ലാവർക്കും മനസ്സിലായി അല്ലേ? അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഏതാ പാഠം എടുക്കേണ്ടത്? അപ്പൊ ഈ പാഠത്തിന്റെ ഒരു എക്സാം വെക്കണ്ടേ അല്ലെ? എല്ലാവരും പഠിക്കണേ. അടുത്ത ആഴ്ച നമുക്ക് അടുത്ത ഫ്രൈഡേ ആയിരിക്കും അല്ലെ നിങ്ങൾക്കുള്ളത്. അന്ന് നമുക്കൊരു ചെറിയ എക്സാം വെക്കാം. എല്ലാ മക്കളും ഇത് പഠിക്കണേ. എക്സാം വെച്ചിട്ട് ആരും പഠിക്കൂല കേട്ടോ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ആൻസറും അർത്ഥവും ഒക്കെ പഠിക്കണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത പാഠാണ് എടുക്കേണ്ടത്. എന്ത്? അണ്ണാറക്കണ്ണൻ അല്ലേ? കണ്ടോ നിങ്ങൾ എല്ലാവരും ആ പാഠം? എന്താ പാഠം? പാഠത്തിന്റെ പേര് അണ്ണാറക്കണ്ണൻ. പാഠം 5 അണ്ണാറക്കണ്ണൻ അല്ലേ? അണ്ണാറക്കണ്ണിനെ നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടോ? അണ്ണാറക്കണ്ണനാ കാണാറുണ്ടോ ആരെങ്കിലും? എത്ര പേര് കണ്ടിട്ടുണ്ട് അണ്ണാറക്കണ്ണന? ഓക്കെ, കുറെ പേര് പ്രകൃതിയിൽ ഇറങ്ങി നടക്കാറുണ്ട്. അവര് കാണുന്നുണ്ടാവും അല്ലെ? അണ്ണാറക്കണ്ണനെ കാണാത്തവരുണ്ടോ? ഉണ്ടല്ലേ? കണ്ടിട്ടുണ്ട് എല്ലാവരും. ഓക്കെ, നാഫിയെല്ലാം കണ്ടിട്ടുണ്ട്. നാഫി, അമിനത്ത് എല്ലാവരും കണ്ടിട്ടുണ്ട്. ജുവലി, ഓക്കെ, മുഹമ്മദ് അഫ്ലോ, ഓക്കെ, കുറെ പേര് കണ്ടിട്ടുണ്ട്. സയാൻ, വികാസ് അല്ലേ? സാമിലിയ. ഇപ്പൊ എല്ലാരും അധിക കുട്ടിയുടെ അണ്ണാറക്കണ്ണനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അണ്ണാറക്കണ്ണനെ കുറിച്ചുള്ള പാട്ട് അല്ലെ ഇത്? വാലുകുലുക്കി ചിലുചിലെ മാവിൽ താളം കൊട്ടും ഒരെണ്ണാനെ മാങ്കനിയൊന്നു പറിച്ചു തരില്ലേ മാഞ്ചോട്ടിൽ ഞാൻ നിൽക്കുന്നു. കൊമ്പിൽ ചാടി ചാടി നടന്നാൽ അമ്പട വീഴുകയില്ലെന്നോ. കടലുകടക്കാൻ ചിറകെട്ടുമ്പോൾ കഴിവതു നീയും ചെയ്തതിനാൽ അണ്ണാറക്കണ്ണ അന്നേ നീയും വർണ്ണം ചൊരിയും വര നേടി. ഞാൻ കുഞ്ഞാൻ എന്നാൽ പോലും തന്നാലാവത് ചെയ്യേണ്ടേ. തന്നാലാവത് ചെയ്യുന്നോക്കെ നന്മകളെന്നും വന്നിടൂ. മനസ്സിലായോ? അണ്ണാറക്കണ്ണന്റെ പാട്ടൊന്ന് വെറുതെ പാടാൻ നമുക്കിന്ന് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് എടുക്കാം. ഓക്കെ, അപ്പൊ
വാലുകുലുക്കി ചിലു ചിലുമാവിൽ താളം കൊട്ടുമൊരണ്ണാനെ മാങ്കനിയൊന്നു പറിച്ചു തരില്ലേ മാഞ്ചോട്ടിൽ ഞാൻ നിൽക്കുന്നു കൊമ്പിൽ ചാടി നടന്നാൽ അമ്പട വീഴുകയില്ലെന്നോ കടലുകടക്കാൻ ചിറകെട്ടുമ്പോൾ കഴിവതു നീയും ചെയ്തതിനാൽ അണ്ണാറക്കണ്ണാ അന്നേ നീയും വർണ്ണം ചൊരിയും വരനേടി അണ്ണാൻ കുഞ്ഞാൻ എന്നാൽ പോലും തന്നാലാവത് ചെയ്യേണ്ടേ തന്നാലാവത് ചെയ്യുന്നോർക്കെ നന്മകളെന്നും വന്നിടൂ. എന്താ ലാസ്റ്റ് പറഞ്ഞത്? തന്നാലാവത് ചെയ്യുന്നോർക്കെ നന്മകളെന്നും വന്നിടൂ അല്ലേ? എന്താ പറഞ്ഞത്? തന്നാലാവത് ചെയ്യുന്നവർക്ക് മാത്രമാണ് എന്ത് ചെയ്യാ? നന്മകൾ ഉണ്ടാവുള്ളൂ അല്ലേ? നന്മകളെന്നും വന്നിടൂന്നാ പറഞ്ഞത്. അണ്ണാറക്കണ്ണനും തന്നാലായത് കേട്ടിട്ടുണ്ടോ നിങ്ങള്? അണ്ണാറക്കണ്ണനും തന്നാലാവുന്നത് ചെയ്യണം അല്ലെ? അണ്ണാറക്കണ്ണൻ ചെറിയ ആളാണ് അല്ലെ? ചെറിയതാണ്. അപ്പോ അണ്ണാറക്കണ്ണന്റെ പാട്ട് നമുക്ക് വേണ്ടി പാടാം. നമ്മുടെ സമയം ഏകദേശം കഴിയാറായി, അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് സ്റ്റാർട്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഇന്ന് വീട്ടിൽ പോയി ഈ പാട്ടൊന്ന് പാടി നോക്കണേ. ഇന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും ഒന്ന് പാട്ട് പാടി നോക്കണം കേട്ടോ. അപ്പൊ വാലുകുലുക്കി ചിലു ചിലു, അങ്ങനെയാണല്ലേ അണ്ണാറക്കണ്ണന്റെ സൗണ്ട്? ചിലു ചിലു മാവിൽ താളം കൊട്ടും ഒരണ്ണാനെ മാങ്കനിയൊന്നു പറിച്ചു തരില്ലേ മാഞ്ചോട്ടിൽ ഞാൻ നിൽക്കുന്നു കൊമ്പിൽ ചാടി നടന്നാൽ അമ്പട വീഴുകയില്ലെന്നു കടലുകടക്കാൻ ചിറകെട്ടുമ്പോൾ കഴിവതു നീയും ചെയ്തതിനാൽ അണ്ണാറക്കണ്ണാ അന്നേ നീയും വർണ്ണം ചൊരിയും വരനേടി അണ്ണാൻ കുഞ്ഞാൻ എന്നാൽ പോലും തന്നാലാവതു ചെയ്യേണ്ടേ തന്നാലാവത് ചെയ്യുന്നോർക്കെ നന്മകളെന്നും വന്നിടൂ. ഇതാണ് ആ പാട്ട് അല്ലേ? പാടി നോക്കണം എല്ലാവരും. അപ്പൊ കുട്ടികൾക്കൊക്കെ പ്രിയപ്പെട്ട ജീവിയാണ് അല്ലെ? സുപരിചിതവുമായ ജീവിയാണ് ആര്? അണ്ണാറക്കണ്ണൻ. അപ്പോ അണ്ണാറക്കണ്ണന്റെ സൗണ്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ചിലു ചിലു ഉണ്ടാവും. അപ്പൊ അണ്ണാറക്കണ്ണനെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് നല്ലപോലെ വായിക്കണം. അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ ടൈമിന് കഴിയാറായി. അപ്പൊ എല്ലാവരോടും ബൈ. ക്ലാസ് ചെയ്യട്ടെ? ഓക്കെ, ബൈ. എന്തേ ശികേഷ്? ശികേഷ് എന്തോ അവിടുന്ന് കൊറേ സമയമായി അല്ലേ? ആരോടോ അല്ലേ ശികേഷ്? ആരോടാ സംസാരിക്കുന്നത് ശികേഷ്? ഉണ്ടല്ലോ, നമുക്ക് ഇവിടുന്ന് കാണുന്നുണ്ട് നിങ്ങൾ ആരോടോ സംസാരിക്കുന്നത്. ആരും ഇല്ലേ കൂടെ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നേ. ഓക്കെ, ബൈ. Thank you, teacher.